ചിരിമായാതെ മടങ്ങൂ ടീച്ചർ. വടകര തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം കെ ശൈലജ ടീച്ചർക്ക് കെ രമ കൊടുത്ത ഒരു രാഷ്ട്രീയ മറുപടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഒന്ന് വായിക്കേണ്ട, വളരെ മനോഹരമായി തോന്നിയ, എന്നാൽ ഒരുപാട് നോവും അറിവുമൊക്കെ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചില വരികളുണ്ട്. മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വെക്കാനുമൊക്കെ ചിരിമായാത്ത മുഖം ബാക്കി വെക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത്. ഇവിടുന്ന് മടങ്ങുമ്പോൾ അങ്ങനെയേ മടങ്ങാവൂ. മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാട്, മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളുപിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാട്. ഇന്നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാവില്ല, ചേർത്ത് പിടിച്ച് യാത്രയാക്കുകയാണ്. രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭേദം. വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഇന്നാട് ബാക്കിയുണ്ട് എന്ന്. ഇതിൽ കെ രമയുടെ ചില വരികൾ അവരുടെ ഹെയർ ടച്ചബിളായിട്ടുള്ള, അവർക്ക് അനുഭവപ്പെട്ട അവരുടെ ജീവിതത്തിൻ്റെ ഒരു നോവിൻ്റെ അർത്ഥം കൂടി ഇതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ തൻ്റെ പ്രിയതമനായിട്ടുള്ള തൻ്റെ ഭർത്താവ് ടി.പി. ചന്ദ്രശേഖരനെ നുറുങ്ങ് കണക്കിന് വെട്ടി തുണ്ടമാക്കി ഈ ലോകത്ത് നിന്ന് യാത്ര അയച്ച ആളുകളോട് മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്ത് പിടിച്ച നാട് എന്നൊരു വാക്കിൽ അവരുടെ ആ വികാരം പറയുന്നുണ്ട്. മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളു പിറഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ഉമ്മ വെക്കാൻ പോലും ബാക്കി വെക്കാത്ത രീതിയിൽ മുഖം വികൃതമാക്കി വെട്ടിക്കീറിയിരുന്നു കൊടി സുനിയും സംഘവും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ടി.പി. ചന്ദ്രശേഖരനെ കൊല്ല ചെയ്തതിന് ശേഷം വടകരയിൽ CPM പച്ച തൊട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥം. മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വെക്കാനുമൊക്കെ ചിരിമായാത്ത മുഖം ബാക്കി വെക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാട്. എന്ന് വെച്ചാൽ ഞങ്ങളങ്ങനെ കൊല്ലില്ല. ചന്ദ്രശേഖരനെ കൊന്നതിൻ്റെ കഥയാണ് പറഞ്ഞത്. മറ്റൊന്ന്, വർത്തമാനകാലത്ത് തിരഞ്ഞെടുപ്പിൽ വടകരയിൽ കേട്ട ഏറ്റവും വലിയ ഒരു ഒന്നായിരുന്നു കാഫിർ പ്രയോഗം. ഒരു പക്ഷേ CPM ഇപ്പോഴും ഈ കാഫിർ പ്രയോഗത്തിൽ പോലീസ് ഇപ്പോഴും അതിൻ്റെ പ്രതികളെ പിടികൂടിയിട്ടില്ല. അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. കേസെടുത്തത് പോലും ഈ കാഫിർ പ്രയോഗം നടത്തി എന്ന വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി എന്ന് പരാതിപ്പെട്ട MSF നേതാവിൻ്റെ ആ പരാതിയിന്മേൽ ഈ കോടതി ഇടപെട്ടതിന് ശേഷമാണ് പോലീസ് കേസെടുക്കുന്നത് പോലും. വേണമെന്ന് വിചാരിച്ചാൽ സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസിനെ പോലും വെല്ലുന്ന പോലീസിംഗ് സംവിധാനം നിലവിലുള്ള കേരളത്തിനകത്ത് ഇപ്പോഴും ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ച ആളെ പിടികൂടാൻ കഴിയാത്ത ഒരു പോലീസാണ് നമ്മുടെ പോലീസ് എന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപ്ഡേഷൻ പെട്ടെന്നൊരു കുട്ടിയെ കാണുന്നില്ല, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം എന്ന് കേരളം തീരുമാനിച്ചാൽ ഏറ്റവും നല്ല നെറ്റ്വർക്ക് കമ്മ്യൂണിറ്റിയും ഏറ്റവും നല്ല വിജിലൻ്റായ കമ്മ്യൂണിറ്റിയും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഈ വിജിലൻ്റായ കമ്മ്യൂണിറ്റിയുടെ മുൻപിൽ ആരാണൊരു മെസ്സേജ് അയച്ചത് എന്നത് കണ്ടെത്താൻ കേരള പോലീസിന് വലിയ പണിയൊന്നുമില്ല. പക്ഷേ കേരള പോലീസ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം അതിൻ്റെ പിറകിൽ ഒരു കാഫിർ പ്രയോഗത്തിൻ്റെ ഒരു കറുത്ത കൈ, ഒരു പക്ഷേ ഇടതുപക്ഷത്തെ ആരെങ്കിലും ഉണ്ടോ എന്ന ഒരു ഭയം ആണോ എന്ന് പോലീസിൻ്റെ അന്വേഷണത്തിലൂടെ പോലീസ് കണ്ടെത്തി തെളിയിക്കേണ്ടതാണ്. ഇനി ഈ കാഫിർ പ്രയോഗം എന്നത് ആദ്യഘട്ടവും അതോടൊപ്പം തന്നെ വഖഫ് ഭൂമിയിൽ ഷാഫി പറമ്പിലിൻ്റെ പൊതുയോഗം നടന്നു. അത് അദ്ദേഹത്തിൻ്റെ വർഗീയപരമായിട്ടുള്ള ഒന്നാണ്. പലതരത്തിൽ വർഗീയ പരാമർശങ്ങൾ CPM അവിടെ പ്രയോഗിച്ചു നോക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയം പറഞ്ഞ് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം. വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന വളരെ കൃത്യമായ പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വെച്ചാൽ ഈ വർഗീയത പറയരുത് എന്ന് വളരെ കൃത്യമായി കെ രമ പറഞ്ഞു വെക്കുന്നു. വളരെ നല്ല, ഇന്ന് വായിച്ച ഏറ്റവും മനോഹരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ അടയാളപ്പെടുത്താവുന്നതാണ്, പറയാവുന്നതാണ്. ഇതിൽ നോവുണ്ട്, വേദനയുണ്ട്, പ്രതികാരമുണ്ട്, അതോടൊപ്പം തന്നെ ഇതിലെ കൃത്യമായ രാഷ്ട്രീയവും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്.